സ്റ്റൈലിലൊക്കെ ആയിരുന്നല്ലോ വരവ്. അപ്പൊ ഇന്ന് ഉഷാറാക്കൂല്ലേ? കോമഡി റൗണ്ടും കൂടെ ആയതുകൊണ്ട് എല്ലാരും ഈഗർലി വെയിറ്റിംഗ് അല്ലെ? ഷഹബാസിന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിട്ട് ഏത് സോങ്ങാ പാടുന്നത്? എന്താണ് ഈ പ്രേമം എന്നുള്ള സോങ്. അതെനിക്ക് നന്നായിട്ട് അറിയാലോ അല്ലെ? നീ എന്നെ പറഞ്ഞു കൊടുക്ക് ഷഹബാസ്. അങ്ങനെയൊന്നും ഇല്ല, ബുക്ക് എഴുതുന്നുണ്ട്. അതെ. നമുക്ക് പെർഫോമൻസ് കഴിഞ്ഞൊരു ചെറിയൊരു പണിയുണ്ട്, നമുക്ക് അപ്പൊ പറയാം. അപ്പൊ നന്നായിട്ട് സ്കോർ ചെയ്യാൻ നോക്കാം. അറിയുന്നതുകൊണ്ടുള്ള പാട്ടാണ് പ്രേമത്തിന്. ആണല്ലേ? അപ്പൊ നന്നായിട്ട് പാടിക്കോളൂ, ഉഷാറാക്ക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. രക്തസാക്ഷികളെ രക്തസാക്ഷികളെ പ്രണയത്തിൻ പടക്കളത്തിലിറങ്ങി സധീരം പടവെട്ടി മരിക്കാനിരിക്കുന്ന രക്തസാക്ഷികളെ, എന്താണീ പ്രേമം, എന്തു കുന്താണീ പ്രേമം, എന്താണീ പ്രേമം, എന്തു കുന്താണീ പ്രേമം, അത് എവിടെ തുടങ്ങും ആദ്യം, അത് എവിടെ കുറിക്കും അന്ത്യം, അതിലെന്താണ് ഇത്രയും ബഹളം, അതിലെന്താ വിജയം കിരണം, അതുകൊണ്ടെന്താണ് ഉദ്ദേശം, അത് അറിയുക എന്നത് അവശ്യം 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 അവശ്യം. എന്താണീ പ്രേമം, എന്ത് കുന്താണീ പ്രേമം. ആണും പെണ്ണും കണ്ട് അവരങ്ങനെ പ്രേമം കൊണ്ട്, ആണും പെണ്ണും കണ്ട് അവരങ്ങനെ പ്രേമം കൊണ്ട്, അവളോ ഒരു പൂച്ചണ്ട് പിന്നെ അവനോ അതിലൊരു വണ്ട്. ആണും പെണ്ണും കണ്ട് അവരങ്ങനെ പ്രേമം കൊണ്ട്, ഇവളോ ഒരു പൂച്ചണ്ട് പിന്നെ അവനോ അതിലൊരു വണ്ട്. അങ്ങനെ കണ്ട് കൊണ്ട് കെണ്ട് വണ്ട്. എന്താണീ പ്രേമം, എന്തു കുന്താണീ പ്രേമം. അനന്യ പ്രേമ വസന്തം, പിന്നെ ചൊരിഞ്ഞ നിസ്തുല ചന്തം, പിന്നെ അനുരാഗ സുമസുഗന്ധം, പിന്നെ അമൃതമാണ് മകരന്തം. കെട്ടിവരിഞ്ഞൊരു ബന്ധം കെട്ടഴിഞ്ഞു മന്ദമന്ദം, ആ കത്തിയെരിഞ്ഞൊരു ബന്ധം കെട്ടഴിഞ്ഞപ്പോൾ വെറും കുന്തം. അത്ഭുത പ്രേമാനന്ദം, പിന്നെ അസഹനീയമത്യന്തം, ആ ദൈവിക പ്രേമബന്ധം, ഒടുവിൽ ദയനീയമാം ദുരന്തം, ദയനീയമാം ദുരന്തം. ആ കത്തിയെരിഞ്ഞൊരു ബന്ധം കെട്ടണിഞ്ഞപ്പോൾ വെറും കുന്തം, ആ കത്തിയെരിഞ്ഞൊരു ബന്ധം കെട്ടഴിഞ്ഞപ്പോൾ വെറും കുന്തം. പ്രേമബന്ധം വെറും കുന്തമോ. ഒരു കയറ്, ഒരു ചൂടിക്കയറ് കയ്യിലെടുത്ത് അത് കെട്ടി ഒരു മരക്കൊമ്പത്ത് കുടുക്കിട്ട് മുറുക്കി തന്റെ കഴുത്ത് എടുത്തൊരു ചാട്ടം കൊടുത്ത് വിശ്വപ്രേമ വൃക്ഷത്തിൻ കൊമ്പത്ത് വിശ്വകാമുകൻ കെട്ടി തൂങ്ങിച്ചത്തു.
हमके നീച്ചാവണ വേടോ हमके हमके അല്ല എന്താ നീ പ്രേമം ఎందుకుందా నీ ప్రేమం എന്താ నీ ప్రేమం ఎందుకుందా నీ ప్రేమం ഷഹബാസ്, ഈ പെർഫോമൻസ്, ഈ പാട്ട്, ഈ ഒരു അറ്റ്മോസ്ഫിയർ ലൈഫ് ഒരിക്കലും മറന്നുപോല. അത്ര ഒരു റിമാർക്കബിൾ പെർഫോമൻസ് ആയിരുന്നു. ഇതാണല്ലേ ശരിക്കും ഷഹബാസ്? അല്ലേ? പിന്നെ വേറെ ആരും കൊണ്ടുവന്നതാ? പക്ഷെ ഷാർപ്പ് പെർഫോമൻസ് ആയിരുന്നു കേട്ടാ. ശരിക്കും ഫീൽ ചെയ്ത് പാടി. പക്ഷെ പലതും കള്ളത്രമാണ്, അത്രയ്ക്കൊന്നുമില്ല, അതൊക്കെ നമുക്കറിയാം. അല്ലേ രാണത്ത? സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലല്ല, സമ്മതിക്കൂല. ഓക്കെ ചേട്ടാ, എന്ത് കുന്താണോ ഈ പ്രേമം? നിനക്ക് മനസ്സിലായി എന്നിട്ട് എന്താണ് പ്രേമം എന്ന്? അത്രയ്ക്കേ ഉള്ളൂ പ്രേമം. ഇത്രയൊക്കെ ഉള്ളു പ്രേമം. ലാസ്റ്റ് എന്നെ ഹമുക്കെന്ന് വിളിച്ചെന്തിനാണ്? അത് മനസ്സിലായ എന്തിനാണെന്ന്? സാറെ നോക്കാൻ പറ്റിയും വിളിക്കാൻ പറ്റിയൊരു മുഖം അതേ കണ്ടുള്ളൂ, അതുകൊണ്ട് വിളിച്ചാണെന്ന്. പക്ഷെ കലക്കി ഒരു കൈയടി കൂടെ കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഷഹബാസ് ഇവിടുത്തെ ഭാവഗായകനാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ ഒരു ഫീലിലുള്ള അല്ലെങ്കിൽ ഈ ഒരു മൂഡിലുള്ള പാട്ടും അസലായിട്ട് പാടാൻ പറ്റുമെന്ന് ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചേ ഇല്ല. അത് ബ്യൂട്ടിഫുള്ളി ഹാൻഡിൽ ചെയ്തു. ഇതാണ് കോമഡി റൗണ്ട്. ഇത് അസലായി. ഇതിന്റെ അപ്പുറത്ത് ഇനി എല്ലാവരും ഇതിന്റെ മുകളിലോട്ടെ ചിന്തിക്കാവൂ. കാരണം അത്രയും കിടുക്കി വെച്ചിട്ടുണ്ട് ഷഹബാസ്. ഹാറ്റ്സ് ഓഫ്. എന്തായാലും ആ ബുക്ക് എഴുതല് തുടരട്ടെ, നിനക്കേ പറ്റുള്ളൂ കേട്ടോ. സ്റ്റെപ്സ് ഒക്കെ അതും എടുത്ത് പറയേണ്ട കാര്യം. അനുരാഗത്തിൻ പൂച്ചണ്ട് ആരായിരുന്നു? വണ്ടിനെ ആരാ ചൂണ്ടി കാണിച്ച്? ഹക്കീം. എന്നിട്ട് വണ്ട് വന്നിരുന്ന പൂച്ചണ്ടില് പൂച്ചണ്ടിങ്ങനെ വിടർന്നിരിക്കുക ഇവിടെ താഴെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഷാൻ സർ, എനിക്ക് തുടക്കം തൊട്ട് അവസാനം വരെ ഇവിടെ ഒരു വേദനയായിരുന്നു അല്ലേ? എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഒരു വേദനയുണ്ട്. എല്ലാവരും ജീവിതത്തില് ഒരു പ്രാവശ്യമെങ്കിലും ചോദിച്ചിട്ടുണ്ടാവുന്ന ഒരു ചോദ്യമായിരിക്കും, എന്ത് കുന്താണ് ഈ, അല്ലേ? ഉറപ്പല്ലേ? ഉറപ്പായിട്ടും ഒന്നിൽ കൂടുതൽ ചോദിച്ചാൽ മാത്രമേ ഉള്ളൂ. ഞാനൊക്കെ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. അതെ, എന്നിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല. ഇപ്പോഴും ചോദിക്കും. അതാ, ഇപ്പോഴും ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ ഉറക്കെ ചോദിക്കാൻ പറ്റില്ല, മനസ്സിൽ ചോദിക്കും. കല്യാണം കഴിഞ്ഞു. ഷഹബാസ് ഭയങ്കര മെമ്മറബിൾ പെർഫോമൻസ് ആയിരിക്കും കേട്ടോ ഇത്. നമ്മള് എന്താ പറയാ, ഇപ്പൊ 14 രാവ് സീസൺ 10 എത്തിക്കഴിഞ്ഞാലും ഈ ഒരു പെർഫോമൻസ് മറക്കില്ല. അത്രയും ഉൾക്കൊണ്ടിട്ടാണ് ഷഹബാസ് പാടിയത്. ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് വിധുവിനെ ഹംകെന്ന് വിളിച്ചത്. അത് എങ്ങനെ? അത് ഞാൻ ഒരിക്കലും മറക്കില്ല. എവിടെ വെളി വെച്ച് കണ്ടാലും ഞാൻ മറക്കില്ല. ഇത്ര കറക്റ്റ് ആയിട്ട് അല്ലേ? അത് ഭയങ്കര. കാരണം ഇന്നലെ പിന്നെ ഫാത്തിമ സുന്ദര എന്നല്ലേ വിളിച്ചത് അല്ലേ? അതെ, ഇന്നലെ സുന്ദര എന്ന് വിളിച്ചതിന് ഇത് ഇന്ന് ഹമുക്കേത് കിട്ടി. എന്തിനാണോ ചാവുന്ന ഹമുക്കേന്ന്? അതെ, അതാണ്. അപ്പൊ ആ ബുക്ക് എഴുതിക്കോ കേട്ടോ. വിധു പറഞ്ഞ പോലെ ഷഹബാസിനെ അത് എഴുതാം. ആ ബുക്കിന്റെ ആമുഖം ഞാൻ തന്നെ എഴുതില്ല. അതിൽ കുറച്ച് ഈരടികളായിരിക്കുമല്ലോ ഈ എഴുതിയത്. പക്ഷെ പറഞ്ഞതൊക്കെ സത്യമാണ്. പല പല എത്ര പ്രണയങ്ങളാണ് ഒരു കയറിന്റെ തുമ്പത്ത് അവസാനിച്ചിട്ടുള്ളത്. എനിക്കൊന്നും അന്ന് കയറ് കിട്ടിയില്ല. ഇല്ലില്ല, ഞാൻ ഇവിടെ തപ്പിയതാണല്ലേ? അന്ന് കിട്ടിയില്ല. ലങ്കീസ കിട്ടിയുള്ളൂ. അത് പൊട്ടി അങ്ങോട്ട് വീഴുകയും ചെയ്യും. അതെ. ഷഹബാസ്, വെരി 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 ഗുഡ്. താങ്ക് യു സർ. താങ്ക് യു ഷാൻ സർ. രാണത്ത, ഷഹബാസേ, ഇങ്ങനെ ഒരുപാട് കഴിവുകൾ ഉണ്ടല്ലേ കയ്യില്. ഞാൻ വേറെയും കേട്ടല്ലോ. എനിക്ക് ആ പാലക്കാട് ഭാഷ ഒന്ന് സംസാരിക്കൂ. അസാധ്യമായിട്ട് ചെയ്യൂട്ടോ. കേട്ടു. ഷഹബാസ് പാലക്കാട് തന്നെയാണ്. പാലക്കാടാണ്. ഷഹബാസ് പാലക്കാട്. അർച്ചന പാലക്കാടല്ലേ? വേറെ ആരൊക്കെ അർച്ചനയാണ് ശരിക്കും പാലക്കാട്. അർച്ചനയാണ് ശരിക്കും പാലക്കാട്. പക്ഷെ അർച്ചന ഭാഷയുണ്ട്. നിങ്ങൾ തമ്മിലൊരു ധാരണ എത്തിയിട്ട് ആരെങ്കിലും ഒരാൾ പാലക്കാട് ഭാഷ പറയും. അല്ല, ഷഹബാസ് അസലായിട്ട് സംസാരിക്കും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ. എന്നാലും ഞാൻ മാർക്ക്. നിങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ മതി. കറക്റ്റ്. രണ്ട് പാലക്കാട്ടുകാര് തമ്മിൽ സംസാരിക്കുന്നു. ഇപ്പോഴത്തെ ഈ സബ്ജക്ട് തന്നെ ആയിക്കോട്ടെ. അതെ, എന്താണ് പ്രേമം എന്നുള്ളത് ചോദിച്ചാൽ മതി.
ഡിസ്കസ് ചെയ്തിട്ട് പറയാല്ലേ? എന്നാ അടുത്ത എപ്പിസോഡിൽ വാട്ടോ. അതെ, നമുക്ക് അടുത്ത ഷെഡ്യൂളിൽ ഇട്ടാലോ? പെട്ടെന്ന് പറഞ്ഞു. അതായത് അർച്ചനയുടെ അച്ഛൻ ആണ് ശരിക്ക് പാലക്കാട് സ്ലാങ് കൂടെ യൂസ് ചെയ്യുന്നത്. അർച്ചനയുടെ അച്ഛൻ ക്ഷമിക്കണേ പറയണമെന്നുണ്ട്. അപ്പൊ പുള്ളി ഞങ്ങളോട് പറയുന്നതാണ് സ്ഥിരം. ഞങ്ങളെ കുട്ടി വണ്ടി കയറി ഉടനെ പറയുന്നതാണ്, എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാണ്, നാളെ രാവിലെ 7 മണിക്ക് എന്തായാലും വണ്ടി എത്തും, എല്ലാവരും നേരത്തെ കാലത്ത് അനുസരിച്ച് കുളിച്ച് റെഡി ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ അവിടെ എത്താൻ നേരം വീകുകയെ, അതുകൊണ്ടാണ് കേട്ടോളി. ഓ, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരുപാട് കഴിവുകളുണ്ട്. അസാധ്യമായിട്ട് പാടിയിട്ടോ. എനിക്കത് സത്യം ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഈ ഒരു ഷഹബാസിനെ ഞാൻ ഒരിക്കലും മറക്കൂല. കാരണം ഒരുപാട് കാലമായില്ലേ ഷഹബാസിനെ ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞില്ല. അസാധ്യമായിട്ടാണ് ചെയ്തു. ആ പാട്ട് അത്രയും ജമീൽക്കാടെ പാട്ട് അത്രയും എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഷഹബാസിനെ എന്തായാലും ഒന്ന് വിളിക്കും. പ്രത്യേകിച്ച് നിലമ്പൂർ ഭാഗത്തു നിന്നൊക്കെ എന്തായാലും വിളി വരും എന്ന് എനിക്ക് തോന്നുന്നു. കേട്ടോ, നന്നായിട്ട് തന്നെ ചെയ്തു. താങ്ക് യു രേണത്ത. ഫൈസൽ മാഷ്, മോനെ, ഞാനിത് കേൾക്കുമ്പോ എസ്.എ. ജമീൽ എന്ന പ്രഗത്ഭനായ എഴുത്തുകാരൻ, അദ്ദേഹം തന്നെ എപ്പോഴും പറയായിരുന്നു, ഞാൻ ഈ ദുബായ് കത്ത് എഴുതിപ്പോയതാണ്. കാരണം ഈ ദുബായ് കത്ത് എഴുതിയും അതിന്റെ മറുപടിയൊക്കെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു. ചർച്ചകള്, സെമിനാറുകള്, ഇപ്പോ ഒരുപാട് സംഭവം നടന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിലൊക്കെ ഒരുപാട് നല്ല പാട്ട് എഴുതിയിട്ടുണ്ട്, ആളുകളൊന്നും ശ്രദ്ധിക്കാറില്ല ഇത്. ഞാൻ ഈ ദുബായ് കത്ത് എഴുതിപ്പോയതാണെന്ന് പറയും അദ്ദേഹം. എന്നോട് അതിന്റെ സാമൂഹ്യ പശ്ചാത്തലവും അതിന്റെ മറ്റു കാര്യങ്ങളൊന്നും ചോദിച്ച് ഞാൻ മടുത്തതുകൊണ്ട് ആരും അത് ചോദിക്കരുതെന്ന് ആദ്യം പറയും. അപ്പൊ ജമീൽക്ക അദ്ദേഹത്തിന്റെ ഇത്തരം പാട്ടുകൾ ആളുകൾ പാടാത്തതിൽ എപ്പോഴും പരിഭവിക്കുമായിരുന്നു. അദ്ദേഹം 6 വർഷമായി നമ്മോട് ഇവിടെ പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹം എപ്പോഴും പറയായിരുന്നു, അദ്ദേഹം സ്റ്റേജിൽ പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, പലരും പാടാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഷോയിൽ ആദ്യമായിട്ടാണ് ഈ പാട്ട്. തമാശപ്പാട്ട് എഴുതുമ്പോഴും സങ്കടങ്ങൾ എഴുതുമ്പോൾ ഞാൻ തന്നെ വിധുനോട് പറഞ്ഞല്ലോ, അന്നെനിക്ക് എന്റെ കണ്ണിൽ എന്റെ ഭാര്യ മാത്രമാണ് ലോകത്തിൽ വെച്ച്, അത് എല്ലാ ഭർത്താക്കന്മാരുടെയും ദുഃഖമാണ്. അതേപോലെ ഈ പ്രണയം എന്ന് പറയുന്ന വിഷയത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് എല്ലാവരും രഹസ്യമായി വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു കവിയാണ് അദ്ദേഹം. ഗൾഫിലേക്ക് കത്ത് എഴുതുമ്പോഴും എല്ലാ ഭാര്യമാർക്കും തോന്നും ഞാനാണത് എന്ന്. അങ്ങനെ എഴുതാനുള്ള ഒരു കഴിവ് അപൂർവം കവികൾക്കുള്ളൂ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, എന്റെ പരിമിതമായ വിലയിരുത്തലാവാം, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരൻ എസ്.എ. ജമീൽക്കയാണ്. കാരണം അദ്ദേഹം എഴുതിയ പാട്ടുകളൊക്കെ അങ്ങനെയാണ് മാപ്പിളപ്പാട്ടിൽ. അപ്പൊ മോൻ അവതരിപ്പിച്ചൊരു രീതിയുണ്ട്. പ്രണയത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഫിലോസഫി ഉണ്ട്. ജമീലിയൻ ഫിലോസഫി എന്നെല്ലാവരും പറയും. പ്രണയം എന്ന് പറയുന്ന ഒന്നുമില്ല, വെറുതെ പറയാണ്, പ്രേമം കാമം മാത്രമേ ഉള്ളൂ, പിന്നെ ആളുകളെ അഡ്ജസ്റ്റ് ചെയ്ത് പ്രണയം എന്ന് പറയാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഈ പ്രണയത്തിന്റെ പേരിൽ ഇങ്ങനെ ആത്മഹത്യ മറ്റു കാര്യങ്ങളൊക്കെ, ഒരുപാട് പെണ്ണുകൾ ഇരിക്കെ നീ എന്തിനാണ് തൂങ്ങിച്ചാവുന്ന ചോദിക്കുന്നത്. എല്ലാ ഓപ്ഷൻ അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്ത് ഒരുപാട് പെണ്ണുങ്ങൾ ഇരിക്കെ നീ എന്തിനാണ് ഈ പെണ്ണിന് വേണ്ടി ചാവുന്നത്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം മനോഹരമായിട്ട് അവതരിപ്പിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇവരൊക്കെ പറഞ്ഞു ഞാൻ അടിവരട്ട് പറയുന്നു, ഇങ്ങനെ ഇനി ആരും പെർഫോം ചെയ്യാൻ പോലും പോകുന്നില്ല. അത്രയും ഗംഭീരമായിട്ട് ഈ പാട്ട് അദ്ദേഹം ഇത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു ആഗ്രഹിച്ചു പോകുന്നത് അതുകൊണ്ടാണ്. ഓക്കെ മോനെ, താങ്ക് യു ഫൈസൽ മാഷ്, താങ്ക് യു ജഡ്ജസ്. എനിക്ക് ഈ പാട്ട് സെലക്ട് ചെയ്തത് ഹക്കീമും ഹർഷയും കൂടിയിട്ടാണ്. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. എന്നിട്ട് അവർക്ക് തന്നെയാണ് പണിയും കൊടുത്തത്. വെരി ഗുഡ്. അപ്പൊ നമുക്കിനി മാർക്സ് അറിയാം. അതെ, ഔട്ട് ഓഫ് 30 ഷാൻ സർ. ഷഹബാസ്, ഒരു കാര്യം കൂടെ, ആദ്യമായിട്ടാണ് ഷഹബാസിന്റെ ആ ഒരു നേസൽ ടോൺ ഉണ്ടല്ലോ, അതിന് പോലും ഒരു ബ്യൂട്ടി വരുന്നത് ഇന്നാണ്. സത്യം, നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലോ, അത് ഒഴിവാക്കണം. ഈ ഒരു പാട്ടിനകത്ത് പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് ഭയങ്കര ഇങ്ങനെ ഒരു പാട്ട് എക്സിക്യൂട്ട് ചെയ്ത് 100% എത്തിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. കരയിക്കാൻ എളുപ്പമാണ്, നമ്മളെന്ന് പറഞ്ഞത്. പക്ഷെ കൊമേഡിയൻസിനാണ് ഏറ്റവും ബുദ്ധിമുട്ട് ചിരിപ്പിക്കുക, ഇന്ററാക്ട് ചെയ്ത് ചിരിപ്പിക്കുക എന്നുള്ളത്. 29.5. 29.5. രണത്ത ഫുള്ള് വേണോ? 29.5. 29.5. ഫൈസൽ മാഷെ? ഞാൻ 30. വിജേട്ടാ? ഫൈസൽ മാഷ് പറഞ്ഞ വാക്കുകൾ കടമെടുക്കുന്നു. അതായത് ഇതിൽ കൂടുതൽ ഈ പാട്ട് ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ ആർക്കും പറ്റില്ല, അതുകൊണ്ട് 10 തരുന്നു. വിജേട്ടൻ ആർക്കും ഇങ്ങനെ മാർക്കൊന്നും കൊടുത്തില്ല. എല്ലാ ജഡ്ജസും ഞെട്ടിയിരിക്കുകയാണ്. കിടിലം പെർഫോമൻസ്, നല്ല മാർക്സ് തന്നെയാണ്. ഷഹബാസ്, ഈ സ്റ്റേജിൽ എല്ലാ പെർഫോമൻസും കഴിഞ്ഞു അല്ലേ? ഓക്കെ, എന്തായാലും അടുത്ത സ്റ്റേജിൽ നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. നമ്മുടെ